ഹായ് ഗൈസ്, അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കലാവിരുതാണ്. അതായത് ഈ യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇഷ്ടപ്പെട്ട് ഞാൻ തനിയെ സെറ്റാക്കി എടുത്തതാണ്. പക്ഷേ ഇത് ഞാൻ എൻ്റെ വാപ്പയെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്തതാണ്. വാപ്പി ഞാനിങ്ങനെ ഒരു വീഡിയോ അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് വാപ്പ എനിക്ക് സെറ്റാക്കി തന്നു. അയ്യോ, ഇത് കാണുന്നതിന് മുന്നേ തിരിച്ചു പോട്ടെ, ഇതല്ലല്ലോ നമുക്ക് ആവശ്യം, ഇതെങ്ങനെ വന്നു എന്നുള്ളതല്ലേ. ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇരുന്ന് റീലിടുള്ളൂ. അപ്പോൾ ഈ റീൽ എൻ്റെ മുന്നിലോട്ട് വന്നു. ഞാൻ അപ്പോഴേ സേവാക്കി വാപ്പ എടുത്ത് പറഞ്ഞു, വാപ്പിക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, വാപ്പി എനിക്കിത് വേണം, വാപ്പി എൻ്റെ ടേബിളിൻ്റെ ഭാഗത്തും എനിക്ക് ഇങ്ങനെ സംഭവം വേണം. വാപ്പ പറഞ്ഞു ഓക്കെ, അതിനെന്താ. അങ്ങനെ രാവിലെ ഞാൻ പറഞ്ഞു, വൈകിട്ട് സാധനം എത്തിയിരിക്കും. അങ്ങനെ വൈകിട്ടല്ല രാത്രിയിൽ. അപ്പോഴത്തേക്കും പിന്നെ ആവേശമായി, ഇതിന് പെയിൻ്റ് അടിച്ചപ്പോൾ അപ്പം ഇതും കൊണ്ട് വന്നിട്ട് എനിക്ക് പറഞ്ഞു, ഇത് ഓക്കെ, ഇനി പെയിൻ്റ് അടിച്ച് സെറ്റാക്കി എടുക്കുന്നത് അത് ഇയാളുടെ ജോലി. ഞാൻ പറഞ്ഞു ഓക്കെ സെറ്റ്, അത് ഞാൻ ചെയ്തോളാം. അങ്ങനെ രാത്രി തന്നെ ഞാൻ പോയി പ്രൈമർ അടിച്ച് സെറ്റാക്കി വെച്ചു. എന്നിട്ട് അത് ഉണങ്ങാൻ, അതായത് രാത്രി അടിച്ച് വെച്ചു. ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്ക് ഞാൻ ഫസ്റ്റ് കോട്ട് വൈറ്റ് അടിച്ചു. പക്ഷേങ്കിൽ ആ ഫസ്റ്റ് കോട്ട് വൈറ്റ് അടിക്കുന്നതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലില്ല. അതാണ് ഗൈസ് ആവേശം എന്ന് പറയുകയും അങ്ങനെ ഒപ്പിച്ചെടുത്തതാണ് ഈ സംഭവം. എനിക്ക് ഭയങ്കര സന്തോഷത്തെ ഞാൻ എടുക്കുന്ന വീഡിയോയും അതുപോലെ തന്നെ ഇപ്പോൾ ഈ സൗണ്ട് കൊടുക്കുമ്പോഴും എല്ലാം എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാനിങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ ഓരോ യൂട്യൂബേഴ്സിൻ്റെ ടേബിളിൽ ഇങ്ങനെയല്ലേ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇത് ഉണക്ക് വലിയൊരു ടേബിൾ, അതിൻ്റെ പുറകിൽ ഇങ്ങനെ ബുക്ക് വയ്ക്കുന്ന സ്ഥലം, കളർ വയ്ക്കുന്ന സ്ഥലം, സ്കെച്ച് വയ്ക്കുന്ന സ്ഥലം. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ കണ്ടില്ലേ, ഇത് സെക്കൻഡ് കോട്ട് അടിക്കുന്നതാണ് ഈ വൈറ്റ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് ഞാൻ ഏകദേശം ഒപ്പിച്ചെടുത്ത്. ഇത് എൻ്റെ ഒരു 3 ദിവസത്തെ കഷ്ടപ്പാടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. 3 ദിവസത്തെ ജോലി. അതായത് ഒന്ന് രാത്രിയിൽ അടിച്ചു, പിറ്റേന്ന് ഉച്ചയായപ്പോഴത്തേക്ക് ഫസ്റ്റ് കോട്ട് അടിച്ചു, പിന്നെ അത് ഉണങ്ങിയിട്ട് രാവിലെ അടിച്ചു, പിന്നെ വൈകിട്ട് എടുത്ത് വെച്ചു. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. കണ്ടോ ഗായ്സ്, എൻ്റെ ടേബിളിൻ്റെ പുതിയ ബാക്ക്ഗ്രൗണ്ടിൻ്റെ സംഭവം. ഒരു സ്റ്റാൻഡ് എനിക്ക് സെറ്റാക്കി കിട്ടി. ഇനി ഞാൻ ഓരോന്നും ഇതുപോലെ ആ വീഡിയോയിൽ കാണിച്ച പോലെ ഞാൻ ഇങ്ങനെ എടുത്ത് വയ്ക്കുകയാണ്. പക്ഷേ ഇനി വേണ്ടി വയ്ക്കാൻ സാധനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉണക്കമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇത് ഓരോ അറേഞ്ച്മെൻറ്റും ചെയ്ത് ഈ ഡോൾഫിൻ്റെ സംഭവം എങ്ങനെയുണ്ട്, സെറ്റല്ലേ? ലൈറ്റ് കത്തുന്നതായിരുന്നു, ഇപ്പം ലൈറ്റൊന്നും കത്തത്തില്ല. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഞാൻ പഴയ സ്കെച്ചൊക്കെ ഇട്ട് വെച്ചിരുന്ന സംഭവം ഞാനിപ്പോൾ നാളെ കത്രിക, സ്കെയില്, കുഞ്ഞ് സ്കെച്ച് അതൊക്കെ ഇട്ട് വെച്ച് സെറ്റാക്കി എല്ലാ വീഡിയോസിൻ്റെയും തുടക്കം ഇവിടുന്ന് ഞാൻ ബുക്ക് എടുക്കുന്നതായിട്ടായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.